മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും അനുശോചനം രേഖപ്പെടുത്തി. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണഘടനയോടുള്ള കൂറ് അദ്ദേഹം എക്കാലവും കാത്തുസൂക്ഷിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അഭാവം ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാൾ, രാജ്യത്തിനു വേണ്ടി സമർപ്പിതമായി സേവനം ചെയ്ത ഒരാളെന്ന നിലയിൽ മൻമോഹൻ സിംഗ് എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അച്ചടക്കമുള്ള കോൺഗ്രസുകാരനായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് കെ.വി. തോമസ് പ്രതികരിച്ചു. സാമ്പത്തിക തീരുമാനങ്ങളിൽ അവസാന വാക്ക് മൻമോഹൻ സിംഗിൻ്റെതായിരുന്നുവെന്നും കെ.വി. തോമസ് പറഞ്ഞു. ഒരു കറപ്ഷൻ ചാർജും ആർക്കും ഒരു സന്ദർഭത്തിൽ പറയാൻ അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ഗവൺമെൻറ്റിനെതിരായി 2G സ്പെക്ട്രം ഉൾപ്പെടെ. അതൊക്കെ പക്ഷേ ധീരമായി നേരിടാൻ കഴിയും. സാമ്പത്തികമായ കാര്യങ്ങളിൽ അവസാനത്തെ വാക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ. ഇന്ത്യയുടെ മുഖം മാറ്റിയ നേതാവാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡോക്ടർ മൻമോഹൻ സിംഗ് വാസ് എ വിഷണറി ലീഡർ who changed the face of India. His economic liberalization has brought the nation more stronger and stronger. രാഷ്ട്രീയത്തിന്റെ അഭിനയമോ കാപട്യമോ ഇല്ലാത്ത നേതാവ്. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പക്കൽ ഉത്തരം ഉണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ പോളും പ്രതികരിച്ചു. വളരെ സൗമ്യൻ ആയ ഒരു പ്രധാനമന്ത്രി. പാർലമെന്റിൽ അദ്ദേഹം പതിവായി വരുമായിരുന്നു. ഏത് ചോദ്യം ഉന്നയിച്ചാലും അതിന് ഉത്തരം നൽകുമായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തിന് നേതൃത്വം നൽകിയ നേതാവെന്നും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.